ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. കേവലം ഒരു ധാർമ്മിക ഉപദേശമല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള വാഗ്ദാനമാണ്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ കുടുംബങ്ങളിലെ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നമുക്ക് നന്മയുണ്ടാകുവാനും നാം എന്ത് ചെയ്യണം? പൗലോസ് പറയുന്നു, നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ബഹുമാനം എന്നാൽ എന്ത്? ഇന്നത്തെ തലമുറകൾക്ക് അത് വളരെ പ്രയാസകരമാണ്. എന്നാൽ വചനം പറയുന്നു, നാം നന്മ പ്രാപിക്കണമെങ്കിൽ നാം ബഹുമാനിച്ചിരിക്കണം. ബഹുമാനം എന്നാൽ കേവലം അനുസരണം മാത്രമല്ല, സ്നേഹവും ആദരവും കരുതലും ഇതിൽ ഉൾപ്പെടുന്നു. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴും അവരെ മാനിക്കുന്നത് ദൈവം അത് വിലമതിക്കുകയാണ്. പ്രിയരെ, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ഈ ഭൂമിയിൽ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ തൻ്റെ മാതാപിതാക്കളെ എത്രമാത്രം കരുതുന്നുവോ അവൻ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ നാം മുഖാന്തരം കണ്ണു നനയുവാനോ, അവരുടെ ഹൃദയം വിങ്ങുവാനോ, അവർ പട്ടിണി കിടക്കുവാനോ, അവർ വസ്ത്രമില്ലാതെ കിടക്കുവാനോ, അവർ വഴിയരിയിൽ ആയിരിക്കുവാനോ നാം ഇടവരരുത്. നാം മുഖാന്തരം നമ്മുടെ മാതാപിതാക്കൾ ഞെരുങ്ങുന്നുവെങ്കിൽ അതിൻ്റെ കണക്ക് നാം ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടി വരും. ഇനി നാം എത്ര തന്നെ ഉന്നത പദവിയിൽ ആയിരുന്നാലും ദൈവസന്നിധിയിൽ നാം അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കൽപ്പന പാലിക്കുന്നവർക്ക് 2 കാര്യങ്ങൾ ഉറപ്പാണ്. നന്മ, ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദവും നന്മയും നമുക്കുണ്ടാകും. ദീർഘായുസ്, ഭൂമിയിലെ അനുഗ്രഹീതമായ ആയുസ് ദൈവം നമുക്ക് നൽകും. അത് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം പാലിക്കുന്നത് വെറുതെയല്ല, നാം ഈ കൽപ്പന പാലിക്കുന്നതോടൊപ്പം. ക്രിസ്തീയ കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാകണമെങ്കിൽ ആദ്യം ദൃശ്യരായ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കണം എന്ന വലിയ സത്യം പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു വലിയ സത്യമാണ്. ഇന്ന് ഈ തലമുറ ഈ സത്യം അറിയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് എത്ര സ്നേഹമുണ്ടെന്ന് നാം പറഞ്ഞാലും, നാം എത്ര തന്നെ ആരാധന കഴിച്ചാലും, ഈ ഭൂമിയിൽ നാം ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായ ദൈവദാസന്മാരുടെ പ്രവചനങ്ങൾ നാം കേൾക്കുകയും കൈവയ്പ് നാം പ്രാപിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കാതിരിക്കുകയും അവരെ നാം കരുതാതെ ഇരിക്കുകയും ചെയ്താൽ ഈ പ്രാപിച്ചതൊക്കെയും നാം ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടമാകും. നമ്മുടെ ആയുസ് കുറയും. നമ്മുടെ ജീവിതത്തിലെ നന്മകൾ മാതാപിതാക്കളോടുള്ള നമ്മുടെ മനോഭാവമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് നമ്മുടെ സമയവും കരുതലും ആദരവും മാത്രമാണ്. ലോകത്തിന്റെ മുന്നിൽ അവശരായിരിക്കാം, പക്ഷേ നമ്മുടെ മുന്നിൽ അവർ ബഹുമാനം അർഹിക്കുന്നവരാണ്. ആ ബഹുമാനം ദൈവ അനുഗ്രഹത്തിലേക്കുള്ള ഒരു വഴിയാണ്. നാം അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം എത്തപ്പെടാൻ നാം താല്പര്യം ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ, ഇതാണ് രഹസ്യം. നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഈ രീതി തിരഞ്ഞെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നാം അത് ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കൽപ്പന നാം പാലിക്കുമ്പോൾ ദൈവവചനത്തിനും ആത്മീയമായും ഭൗതികമായും നമുക്ക് ഉന്നതിയിലെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.